ഹലോ ഗായ്സ്, പുറത്ത് നല്ല മഴയാണ്. കൂടാതെ ഞാൻ പ്രഗ്നൻറ്റ്. ലീലാമണിക്ക് മോമോസും അക്കൂന് പഴംപൊരി ഡ്രസ്സ് നേരാക്കിയിട്ട് വേണം. ഹലോ ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾ പറഞ്ഞൊക്കെ കേട്ടില്ലേ? പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ആണല്ലോ. പ്രഗ്നൻ്റ് ആകുമ്പോൾ നമ്മുടെ ഹസ്ബൻഡ്സിനെ വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല ഗായ്സ്, സമ്മതിക്കരുത് ഗായ്സ്. എല്ലാവരും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തോളൂ കേട്ടോ. കാരണം ഈ ഒരു അവസരമാണ് നമുക്ക് മാക്സിമം മുതലെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. പക്ഷെ അങ്ങനെയൊന്നുമല്ല കേട്ടോ ഗായ്സ്. എനിക്ക് പണ്ട് മുതലേ ഇങ്ങനെ ഓരോരോ ആഗ്രഹങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും. മഴയാവണം, വെയിലാവണം, രാത്രിയാവണം എന്നൊന്നുമില്ല കേട്ടോ. അതൊക്കെ എനിക്ക് വാങ്ങിച്ചു തരാറുണ്ട്. നമ്മൾ സത്യസന്ധമായിട്ട് പറയണമല്ലോ. അതായത് എല്ലാ പ്രാവശ്യവും എനിക്ക് എന്ത് ആഗ്രഹമാണല്ലോ ഒക്കെ സാധിച്ചു തരാറുണ്ട്. അപ്പോൾ എനിക്ക് ഇന്ന് മോമോസ് കഴിക്കാനായിട്ട്, പക്ഷേ ഈ മോമോസ് കഴിക്കാനല്ല, ചില്ലി സോസ് മോമോസോ അങ്ങനെ എന്തെങ്കിലും പണ്ട് ഇവിടുന്ന് വന്ന് കഴിച്ചിട്ടുണ്ട്. ആ മോമോസ് കഴിക്കാനായിരുന്നു കേട്ടോ ആഗ്രഹം. അപ്പോൾ ഞാൻ എൻ്റെ പണ്ടത്തെ യൂട്യൂബ് വീഡിയോ ഒക്കെ എടുത്തിട്ട് കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഈ മോമോസ് ഇവിടെ ഇല്ലയെന്ന്. പിന്നെ വന്നതല്ലേ എന്നുള്ള സ്ഥിതിക്ക് ഞങ്ങൾ ഫ്രൈഡ് മോമോസ് കഴിച്ചു കേട്ടോ. അപ്പോൾ കഴിച്ചതിന് ശേഷം ഒരു കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി. നല്ല മഴയത്ത് ഈ കോഫിയും മോമോസൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾക്ക് അക്കൂന് ഒരു സ്ലൈറ്റ് വാങ്ങിക്കാണ്ടായിരുന്നു. അവന് സ്ലൈറ്റ് വേണ്ടാന്ന് വെച്ചാൽ നമ്മൾ നമ്മളൊരു സ്ലൈറ്റാണ് വാങ്ങിയത്. അതിൽ എഴുതാൻ പറ്റില്ല. ഒരു ടീച്ചർ അവന് സ്ലൈറ്റ് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ സ്ലൈറ്റ് കൊണ്ടുവന്നതിന് ശേഷം ഞാൻ വാങ്ങിയതല്ലേ, ഇവിടെ അവിടെ ഒന്ന് ചെക്ക് ചെയ്യായിരുന്നു കേട്ടോ. നല്ല സ്ലേറ്റ് ആണോ, അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കും. ഇതിന് വേറെ കിട്ടിയില്ലേ, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്ത് വാങ്ങിയാലും ഒന്ന് കാണിച്ചു കൊടുക്കും. അത് വീട്ടിലെല്ലാവർക്കും പണ്ട് മുതലേ കാണിച്ചു കൊടുക്കണം ഗൈസ്, എന്നാലും എനിക്കൊരു സമാധാനമുള്ളൂ. പണ്ടൊക്കെ ഞാൻ ഒരു ഡ്രസ്സ് എടുത്തതിന് താഴത്തെ വീട് വരെ പോയിട്ട് കാണിച്ചു കൊടുക്കുന്ന അമ്മ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പോയിന്റൊക്കെ മാറിപ്പോയില്ലേ ഗൈസ്. അപ്പോൾ ഞങ്ങൾ അതിന് ശേഷം നേരെ അമ്മയുടെ വീട്ടിലേക്ക് പോയിട്ടോ. അമ്മയുടെ വീട്ടിലേക്ക് പോയതിൻ്റെ കാരണം കുഞ്ഞാവ് വന്നിട്ട് അനിയത്ത് പ്രസവിച്ചപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ഡെയിലി അമ്മയുടെ വീട്ടിൽ പോയിട്ട് കുഞ്ഞാവിനെ നോക്കുമ്പോൾ അവിടെ പോപ്കോണിൻ്റെ കവറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പള്ളിയിൽ ഇവിടെ ഉണ്ടാക്കാനുള്ള തന്ത്രപ്പാടിലാണ് ഗൈസ്. ഇത് പൊട്ടണാണ് കേട്ടോ. അവർ വിച്ചോട്ട് ആദ്യമായിട്ട് കാണുക അത്ര അത് പൊട്ടണത്. നമ്മളിത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരതൊക്കെ കാണുക, അതിനിടയ്ക്ക് കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവരതൊക്കെ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. എന്തൊരു പ്രത്യേക ടേസ്റ്റ്, നല്ല ഉപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് അതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പാടെ അതൊക്കെ ഇരുന്ന് കഴിച്ച് കുറച്ച് നേരം കുഞ്ഞാവിനെ കളിപ്പിച്ച് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോകുന്നു ഗൈസ്. അടുത്ത വീട്ടിൽ കാണുന്നവരെ ബൈ.